കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് മാം. മൊബൈലിൽ നിന്ന് ഓഡിയോ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നിന്ന് കാണാനായിട്ട് പറ്റും. പ്രസന്റ് ചെയ്യാൻ ലാപ്ടോപ്പ് എളുപ്പം. അതാ ഞാൻ എന്തോ പ്രശ്നമുണ്ട് ലാപ്ടോപ്പിന്. കേൾക്കുന്നുണ്ടാവില്ലല്ലോ. ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കിയതാ, ഇല്ല തോന്നുന്നു. ഓക്കെ, Good evening, ma'am. ഗുഡ് ഈവനിങ്. Okay, fine. So we will start with our prayer, okay? We can do a silent prayer, or anyone other than Shilpa can do the prayer. Please use the opportunity. അവസരങ്ങൾ ആലിപ്പഴം പോലെയാണെന്ന് കേട്ടിട്ടില്ലേ? വല്ലപ്പോഴേ കിട്ടുള്ളൂ. It's Oh like God, mixed. keep me happy today. Dear God, help me to do works. Dear God, bless me and my parents. Dear God, bless my teachers. Dear God, bless my friends. Dear God, give us our daily bread and forgive our sins. Oh God, and keep me us all in happiness. Thank you, God, for everything. Okay. So നമ്മള് we will do anyone for sign in? മറന്നുപോയല്ലോ. സൈൻ ഇൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? യെസ്, ലൈക്ക് രഞ്ജിനി, ഹരിദാസ്, അങ്ങനെയൊക്കെ വരാം. നിങ്ങളുടേതായ ഒരു ചേഞ്ചസ് കൂടെ വരുത്താം. അല്ലെങ്കിൽ ആർജേസ് ഒക്കെ പറയുന്നൊരു ടോൺ ഉണ്ടല്ലോ, അപ്പൊ നമ്മളുടേതായ ഒരു ടച്ചും കൂടെ അതിലിട്ടിട്ട് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് യുണീക്ക് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ സൈൻ ഇൻ ചെയ്ത് വരാം. ഓക്കെ, യൂസ് ദ ടേക്ക് ദ ഹെയർ സ്റ്റോൺസ്. ആലിപ്പഴം പോലെയാണെന്നല്ലേ പറയുന്നേ. സോ അതൊക്കെ യൂസ് ചെയ്യണം. നമുക്ക് ആ ഒരു ഷൈനസ് ഒക്കെ പോകണം. കാരണം നമ്മളിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി തുടങ്ങി. സോ നമ്മുടെ മുമ്പിൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളാണുള്ളത്. പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയാൽ പോലും അവിടെ എത്തുമ്പോൾ കുട്ടികൾ രീതികൾക്കനുസരിച്ച് നമ്മൾ അപ്പം തന്നെ മാറ്റണം. അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻവയോൺമെന്റ് ഷുഡ് ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ എൻവയോൺമെന്റ് മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ അതായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ അതിനിടയ്ക്ക് മീൻസ് നമുക്കൊരു ഇംഗ്ലീഷ് എല്ലാവരും ഒന്ന് ഷൈനെസ് ഒക്കെ മാറ്റി വെച്ച് നല്ല എന്തോ ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. നമുക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് ലൈക്ക് ഞാൻ ജംപിൾ ചെയ്തിട്ട് വേർഡ്സ് പറയാം. പ്രോപ്പർ ഒരു ഫുൾ സെന്റൻസിന്റെ വേർഡ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ വലിയൊരു സെന്റൻസിന്റെ മെയിൻ 3 വേർഡ്സ് ആയിരിക്കും പറയുന്നത്. അത് സെന്റൻസ് ആക്കിയിട്ട് കറക്റ്റ് മീനിങ് ഫുൾ സെന്റൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? സോ അതപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യും? കാരണം ഓൺലൈൻ ആയതുകൊണ്ട് ആര് ചെയ്യും? അങ്ങനെ എല്ലാവരും മ്യൂട്ടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ആര് ആൻസർ ചെയ്യും? ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തവർ മെസ്സേജ് അയച്ചോളൂ. അല്ലാതെ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കാണുന്ന ഹാൻഡ് റൈസ് ആരുടെയാണോ അവരോട് പറയാനായിട്ട് പറയും. അല്ലാതെ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യരുത്. ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. അപ്പൊ ഞാൻ ഒറ്റ നോട്ടത്തിൽ ഞാൻ ഏതാണോ ഹാൻഡ് റൈസ് കാണുന്നത് അവരെ അങ്ങ് വിളിക്കും. ചിലപ്പോൾ അത് ആദ്യം ചെയ്ത ആളാവണം എന്നില്ല. അപ്പൊ സോ പ്ലീസ് എക്സ്ക്യൂസ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നോക്കാം. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. അങ്ങനെയുള്ള ജംബ്ലിംഗ് വേർഡ്സ് നിങ്ങൾക്ക് പറയാം, ബാക്കിയുള്ളവർക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു 2-3 പറയാം. അത് കഴിയുമ്പോൾ ന്യൂ പീപ്പിൾ ക്യാൻ ഓൾസോ ട്രൈ. ഓക്കെ, monkey grapes like. Okay, Alina, please. Monkey like grapes. Okay.
വേറെ ഏതെങ്കിലും ഇതല്ലാത്ത രീതിയിൽ ആരെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടോ? ജാൻസി സെയിം. ജാൻസിന്റെ ഹാൻഡ് റൈസ് കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സുജ. Monkey like grape. ഓക്കെ. ഞാൻ Monkey ഇതിനകത്ത് like കറക്ഷൻസ് ഒന്നും പറയില്ല കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കറക്ഷൻസ് ഒന്നും പറയില്ല, നോ ഗ്രാമർ കറക്ഷൻ ഒന്നും ഞാൻ ചെയ്യില്ല. നമ്മൾ കുറേ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. അവിടെ ലൈക്ക് ആണോ ലൈക്സ് ആണോ, എന്തുകൊണ്ട് ലൈക്ക് വന്നു, എന്തുകൊണ്ട് ലൈക്സ് വന്നു, അങ്ങനെയുള്ളത് പറയേണ്ടത്. ഞാൻ ആരും ഇദ്ദേഹം തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വാട്ട് യു ഹാവ് ഡൺ ഇസ് വെരി ഗുഡ്. ഓക്കെ, സോ നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് വൺ. ഓക്കെ. okay. Boy, girl, playing. ഓക്കെ ജാൻസി. ജാൻസി ഒരു ഓപ്ഷൻ ആൻസർ പറഞ്ഞതാണല്ലേ. അനശ്വര. A boy and girl are playing. A boy and a girl are playing. അനശ്വര്യ സെയിം ആയിരുന്നോ? Playing and a boy and girl. Okay. Next one. Students exam right. Jesse Jose. ജെസ്സി ജോസ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, ഞാനത് വിളിച്ചത്. We are all happy. Hello, ma'am. Ma'am, students are writing the exam. ഓക്കെ. ജെസ്സിക്ക് കേൾക്കുന്നില്ലായിരുന്നോ ഞാൻ പറഞ്ഞ ജംപ്ലിംഗ് വേർഡ്സ്? യു ആർ ഹാപ്പി, വെരി ഗുഡ് സെന്റൻസ്. ഞാൻ പറഞ്ഞത് സ്റ്റുഡൻറ് എക്സാം റൈറ്റ് എന്നായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടൊരു മീനിങ് ഫുൾ സെന്റൻസ് ഉണ്ടാക്കാനായിരുന്നു. നിങ്ങൾക്ക് പ്ലൂറലും സിംഗുലറും എന്താണെന്നറിയാമോ? മാം കേൾക്കുന്നില്ല, ഇടയ്ക്ക് കട്ടായി പോണ പോലെ ഉണ്ട്. ആണോ? മൊബൈലിലാണ് ഓഡിയോ. സ്റ്റുഡൻസ് ആർ റൈറ്റിംഗ് ദെയർ എക്സാം, വെരി ഗുഡ്. We are playing on the ground. ഓക്കെ, പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഓക്കെ, ഫൈൻ. പ്ലൂറൽ സിംഗുലർ എന്താണെന്നറിയാലോ? ഏകവചനവും ബഹുവചനവും. യെസ്. എ ബോയ് എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലെ, ബോയ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി. പിന്നെ ഗേൾ ഗേൾസ്, അതുപോലെ മങ്കി മങ്കീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗുലർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നത്, ഇപ്പോൾ ബോയ് എക്സാം റൈറ്റ് എന്നാണെങ്കിൽ എ ബോയ് ഈസ് റൈറ്റിംഗ് എക്സാം അല്ലേ, ഈസ് അവിടെ ചേരും. അതേസമയം ബോയ്സ് ആണെങ്കിൽ ബോയ്സ് ആർന്ന് നമ്മൾ യൂസ് ചെയ്യും, അതൊന്ന് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ ഡു ഡസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഹി ആപ്പിൾ ലൈക്ക്, ഹി എന്ന് പറയുമ്പോൾ ഒരാളെ He likes apple. യെസ് ലൈക്സ് വരും. അതേസമയം വി ആപ്പിൾ ലൈക്ക്, ഞങ്ങൾ എന്നാണെങ്കിൽ വി We like apple. ഓക്കെ. അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുക നമ്മുടെ വീട്ടിലെ കുട്ടികളുമായിട്ട് ചേർന്ന് ഇതുപോലെ ജംപ്ലിംഗ് വേർഡ്സിലൂടെ നിങ്ങൾ മീനിങ് ഫുൾ സെന്റൻസ് ഫോം ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ഇത് ഫോം ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആയിരിക്കും ആദ്യം വരിക, മിക്കവാറും സബ്ജക്റ്റ് ആയിരിക്കും വരിക. ദെൻ ആ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ, ഇപ്പൊ ബോയ്, എ ബോയ് ഈസ് റൈറ്റിംഗ് എക്സാം, ആദ്യം ആ സബ്ജക്റ്റ് ബോയ് വന്നു. പിന്നെ ആ ബോയ് എന്താണ് ചെയ്യുന്നതിന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റിംഗ് അല്ലേ, റൈറ്റിംഗ് എന്ത് റൈറ്റ് ചെയ്യുന്നു, എക്സാം. സോ അങ്ങനെ ആ രീതിയിൽ വേണം ഫോം ചെയ്യാനായിട്ട്. ഓക്കെ,
ഓക്കെ, ഇനി ആരെങ്കിലും ഇതുപോലെ ജംപ്ലിംഗ് വേർഡ്സ് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവര് സെന്റൻസ് ഉണ്ടാവും. അങ്ങനെ റെഡിയാണോ? I am going to market. അതിപ്പോ സെന്റൻസ് ആയില്ലേ? ജംപ്ലിംഗ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ട്രെയിനീസ് എല്ലാം അതൊരു സെന്റൻസ് ആക്കിയിട്ട് മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് മാറ്റും. മീനിങ് ഫുൾ സെന്റൻസ് പറയാനല്ല, അതിങ്ങനെ ജംപ്ലിംഗ് ആയിട്ട് കൊടുക്കുക. അവിടെ എവിടെയായിട്ട് 2-3 വേർഡ്സ് കൊടുക്കുക. ഇവരത് കൺസ്ട്രക്ട് ചെയ്ത് സ്ട്രക്ചറിലൊരു സെന്റൻസ് ആക്കി മാറ്റും. ആ രീതിയിലൊന്ന് കൊടുക്കും. Smoke, not do. Smoking not smoke. is not do. Smoking is not do. ഓക്കെ, ഇനി ബട്ടൻസ് വേറെ ഏതെങ്കിലും രീതിയിൽ സെന്റൻസ് ഉണ്ടാവും. നമുക്ക് പല രീതിയിൽ Do not smoke in public. സ്മോക്കിംഗ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾ ജംപ്ലിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് സെന്റൻസുകൾ കുറേ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് മീനിങ് ഫുൾ സെന്റൻസ്. Meena goes school. മീന ഗോസ് സ്കൂൾ. ഓക്കെ, അതിപ്പോ ഒരു സെന്റൻസ് ആയില്ലേ? ഇത് മറ്റേ റീഅറേഞ്ച് സെന്റൻസ് ആണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. റീഅറേഞ്ച് തന്നെയാണ്, പക്ഷെ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വെർബിന് ചില മാറ്റങ്ങൾ വരുത്തണം. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് തന്നെ, മീന സ്കൂൾ ഗോ. ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യണം, അതിനൊപ്പം തന്നെ വെർബിൽ മാറ്റം വരുന്നു. മീന ഒറ്റ ഒരു കുട്ടി ആയതുകൊണ്ട് നമ്മൾ ഗോയ്ക്ക് പകരം ഗോസ്. സ്കൂളിൽ നിന്നും കൂടെ ഒരു ടൂവും കൂടെ ചേർക്കുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലൊരു പോളിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു സെന്റൻസ് ആയിരിക്കും. ഗിഫ്റ്റി ഒരു ജംപ്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ഫുഡ് ക്രൈ. Child cries for food. യെസ്. അലീന കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർലി ഫുഡ് ചൂ. Butterfly fly garden. യെസ്, ഇതൊന്ന് ആൻസർ ചെയ്യൂ. അലീനയുടെ നല്ലൊരു സെന്റൻസ്. Chew food properly. Chew your food properly. ഫസ്റ്റിനെ പറഞ്ഞതിന് ബട്ടർഫ്ലൈ ഫ്ലൈ ഗാർഡനോ? Yes, ma'am. Butterflies are flying in the garden. വെരി ഗുഡ്. നമുക്ക് എങ്ങനെയും അത് ഭംഗിയാക്കാം അല്ലെ? ബേർഡ് ഫ്ലൈ സ്കൈ. ആര്യലക്ഷ്മിയുടെ ഞാൻ ഒരെണ്ണം പറയട്ടെ മാഡം? ഒരെണ്ണമുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാമോ? ബേർഡ് ഫ്ലൈ സ്കൈ ആര്യലക്ഷ്മി തന്ന ജംപ്ലിംഗ് വേർഡ്സ് ആണ്. Birds flying in the sky. in the sky. ശ്വേത അത് എഴുതിയിട്ടുണ്ട്. ബേർഡ് ഈസ് ഫ്ലൈങ് ഇൻ ദ സ്കൈ. ഓക്കെ, ജാൻസി ആണോ പറയട്ടെ എന്ന് ചോദിച്ചേ? Yes, sir. Went father the my church too. ഞാൻ ആദ്യത്തെ കേട്ടു. ലഞ്ചാണോ? ലഞ്ചോ? Went. W-E-N-T, went. മനസ്സിലായി. Went ഫാദർ father my the church too. മേക്ക് ദ സെന്റൻസ്. My father went to the church. യെസ്, yes. അവിടെ സ്മിതയുടെ നമുക്ക് എഴുതിയ യെസ്. Cry again, don't. Don't cry again. യെസ്. Okay. ഓക്കെ, സ്മിത ഒരെണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു. വിക്ടറി കീ ഓഫ് ദി ഈസ് ഹാർഡ് വർക്ക്. Victory is the key of life. Yes. The victory is the key of life. വിക്ടറി എന്നായാലും കുഴപ്പമില്ല. നെക്സ്റ്റ്, ഹാൻഡ് വാഷ് യുവർ. സിയുടെ വാഷ് യുവർ ഹാൻഡ്സ് സ്മിത ആൻസർ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, പാർക്ക് പ്ലേ ചൈൽഡ്. അലീനയുടെ ഒരു ജംപ്ലിംഗ് വേർഡ്സ് ആണ്. Child is playing in the park. യെസ്. ഓക്കെ, എല്ലാവരുടെയും വായിച്ചു എന്നാണ് വിചാരിക്കുന്നത്.
ശ്വേത അതെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് ഈസ് ദ കീ ഓഫ് വിക്ടറി. ചൈൽഡ് ഈസ് പ്ലേയിങ് ഇൻ ദ പാർക്ക്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇത് ഒരു ആക്ടിവിറ്റി നിങ്ങൾ വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ കൂടുതൽ സമയം ഇപ്പം തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ അത് ചെയ്തു പ്രാക്ടീസ് ചെയ്യുക. യു വിൽ ബി വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, മാക്സിമം നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ആക്ടിവിറ്റി നമുക്ക് ക്ലാസ്സിൽ ചെയ്യാനായിട്ട് നോക്കാം. പക്ഷെ നമ്മുടെ പോർഷൻസ് ഇത് മെയിൻ കോർ പോർഷനൊക്കെ വിട്ടിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആക്ടിവിറ്റി ക്ലാസ് ചെയ്യാൻ പറ്റില്ല. അപ്പം മാക്സിമം നിങ്ങളും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പരസ്പരവും എന്തെങ്കിലും പറയുമ്പോഴും ഈവൻ ദോ ഒരു മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഗ്രാമർ വൊക്കാബുലറി ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ആ സിമ്പിൾ ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നോർമലി വരുന്ന ഗ്രാമർ അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇപ്പൊ തന്നെ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം ഈസ് ആണോ, ആറാണോ, ലൈക്സ് ആണോ, ലൈക്ക് ആണോ, പ്ലേയിങ് ആണോ, പ്ലേസ് ആണോ, അതൊക്കെ നമുക്ക് വന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്നു. അത് സിമ്പിൾ ഇംഗ്ലീഷിൽ എന്തായാലും വരും. അപ്പൊ പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വൊക്കാബുലറി ഗ്രാമറൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, ഷെയർ ചെയ്യാം. സംടൈംസ് ചില യൂണിറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഇത്തിരി സ്പീഡാവും. ഞാൻ ഭയങ്കര സ്പീഡിൽ ക്ലാസ് എടുത്ത് പോകുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? No, ma'am. നോ മാം, ഇല്ല, കുഴപ്പമില്ല. അയ്യോ, പാർട്ട് 3 കാണുന്നില്ലല്ലോ. ലാപ്ടോപ്പ് മിസ്ബിഹേവ് ചെയ്യണം, കിട്ടുന്നില്ല. നമ്മൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എവിടെ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ബുള്ളറ്റ് പോയിന്റ്സിലേക്ക് വരാൻ പോവാൻ തോന്നുന്നു. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദോ മോണ്ടിസോറി പുട്ട് ദിസ് അൺയൂഷ്വൽ എംഫസിസ് ഓൺ ദ എൻവയോൺമെന്റ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോട്ട് ദ ഫോളോയിങ്. പല മറിയ മോണ്ടിസോറി ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര അൺയൂഷ്വൽ ആയിട്ട് തോന്നാം. ഇതിന്റെ ആവശ്യമുണ്ടോ? നമ്മളും അങ്ങനെ ചെയ്യാറില്ലേ? ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ അതിന്റെ ഔട്ട്കം ഭയങ്കര വണ്ടർഫുൾ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ പറയും ശരിയായിരുന്നു, അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത് എത്ര ഭംഗിയായത് എന്ന് നമ്മൾ പറയുക തന്നെ ചെയ്യും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, കുറേ സമയമെടുത്ത് വളരെ ക്ഷമയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും സമയം അതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് അത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യില്ലെന്ന്. പക്ഷെ ചിലതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം അത് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഒന്നിനെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ മറിയ മോണ്ടിസോറി ഇതുപോലെ തന്നെയായിരുന്നു. കുറേ കാലത്തെ റിസർച്ചും കുട്ടികളെ ഒബ്സർവേഷനും ചില എക്സ്പെരിമെന്റ്സ് ചെയ്തുമൊക്കെയാണ് ഈ മോണ്ടിസോറി മെത്തേഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസും അവര് ഡിസൈൻ ചെയ്തത്. ഈവൻ ആ ക്ലാസ് റൂമിന്റെ ഒരു കോർണർ വരെ ഡിസൈൻ ചെയ്യാൻ അവർ കുറേ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തു, കുറേ കാര്യങ്ങൾ റെഫർ ചെയ്തു, കുറേ കുട്ടികളെ ഒബ്സർവ് ചെയ്തു. അങ്ങനെയാണ് അവർ ആ ക്ലാസ് റൂമിന്റെ ഓരോ നൂക്ക് ആൻഡ് കോർണറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവരൊരു മിനിയേച്ചർ യൂണിവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത്രയും എഫേർട്ട് എടുത്താണ് ചെയ്തത്, അതും അത്രയും വർഷങ്ങൾക്ക് മുമ്പ്. അതിപ്പോഴും ആളുകൾ ഫോളോ ചെയ്യുന്നു പല സ്കൂളുകളിലും. ഓക്കെ, നമ്മളുടെ ഇവിടെ പ്യുവർ ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിലും അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ജപ്പാനിലൊക്കെ ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ അവർ ഈ മോണ്ടിസോറി മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, so we have some bullet points.
കുറച്ചുണ്ട്. ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് വായിച്ചു. She considered the environment as secondary to life itself. It can modify in that it can help or hinder, but it can never create. The origins of the development, both in the species and in the individual, lie within the child, then does not grow as he happens to be put in a nourishing environment. He grows because the potential life within him develops, making itself visible. The environment should be carefully planned for the child by a knowledgeable and sensitive adult. ഓക്കെ, അപ്പൊ ചില പോയിന്റ്സ് എല്ലാം മോണ്ടിസോറി ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്തു, ഹൈലൈറ്റ് ചെയ്തു. ഷീ ജസ്റ്റ് ഹൈലൈറ്റഡ് സം പോയിന്റ്സ്. ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മൈന്യൂട്ട് ആണെങ്കിൽ കൂടിയും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ തന്നെ മറിയ മോണ്ടിസോറി പറഞ്ഞു. അത് ഒരിക്കലും കുട്ടികൾക്കൊരു ഹിൻഡ്, അതായത് ബ്ലോക്കിംഗ് ഉണ്ടാകരുത്. ആ എൻവയോൺമെന്റിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യവും കുട്ടികളുടെ അവരുടെ ഡെവലപ്മെന്റിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. അത് അങ്ങനെയുള്ള രീതിയിൽ അത് ക്രിയേറ്റീവായിട്ട് പോകരുത്. ഡെവലപ്മെന്റ് എല്ലാ സ്പീഷീസിലും, അതായത് ലിവിങ് തിങ്സിൽ എല്ലാത്തിലും ഡെവലപ്മെന്റ് എന്നുള്ള സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഡെവലപ്മെന്റ് സ്മൂത്ത് ആയിട്ട് പോകണം. ആ ഒരു രീതിയിൽ തന്നെയാണ് മോണ്ടിസോറി കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിലുള്ള കുട്ടി നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആവുക, അല്ലെങ്കിൽ നറിഷ്മെന്റ് കിട്ടുകയാണ്. നല്ല പോലെ പരിപോഷണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമുക്കറിയാം, ഒരു ചെടി നമ്മൾ നടുമ്പോൾ ആ എന്താ പറയാ, ചെടി നല്ല രീതിയിൽ വളരണമെങ്കിൽ അത് വളരുന്ന ആ ഒരു എൻവയോൺമെന്റ് നല്ലതാക്കണം, അല്ലെ? അപ്പൊ അതില് നല്ല പോലെ പൂക്കളൊക്കെ ഇട്ടു, നമ്മൾ നല്ലതുപോലെ അതിനെ കെയർ ചെയ്തു, നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വരുമ്പോൾ ചെടി പതുക്കെ കരിയാനോ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്നത് കുറയാനോ, ഈവൻ പൂക്കളുടെ എണ്ണം കുറയാനും കളർ കുറയാനും ഒക്കെ കാരണമാകും. അപ്പൊ അത് ശരിക്കും അപ്പൊ നമ്മൾ ആ ചെടിയെ കളയുകയല്ല ചെയ്യുന്നത്, അതിന് വേണ്ടുന്ന എൻവയോൺമെന്റ് നമ്മൾ വീണ്ടും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ വീണ്ടും അത് ശരിയാകാനായിട്ട് തുടങ്ങും. ചില സമയത്ത് കാണില്ല, ഭയങ്കര ഉണക്ക വെയില് വന്ന് ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത്, പെട്ടെന്ന് 2 മഴ വന്നു കഴിയുമ്പോഴേക്കും പുതിയ പുതിയ ഇലകളൊക്കെ അതിലുണ്ടാകുന്ന കാണാം. അപ്പൊ അതിന് വളരാനുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് പിടിച്ച് കയറുവാണ്, അല്ലെ? അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അതിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു വിത്തിൻ ഹിംസെൽഫ്. അത് നമുക്ക് കാണാൻ പറ്റും, ആ ഡെവലപ്മെന്റ് വ്യത്യാസം, ആ സ്റ്റേജസ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത് ശരിക്കും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വേണം ഈ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് ആ എൻവയോൺമെന്റ് പ്ലാൻ ചെയ്യുന്ന ആള്, അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാരായിരിക്കുമല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലാസ് റൂം ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി നല്ല നോളജുള്ള ഒരാളായിരിക്കണം. പിന്നെ വളരെ സെൻസിറ്റീവ്, ഒരു എല്ലാ കാര്യങ്ങളും വെച്ചാൽ ഒരു വികാരമില്ലാത്ത മനുഷ്യൻ നമ്മൾ പറയില്ലേ, അങ്ങനെയല്ല. ഇമോഷൻസ്, ഫീലിങ്സ്, പിന്നെ സെൻസസ് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതെല്ലാം ആൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ എൻവയോൺമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മോണ്ടിസോറി മെത്തേഡിന്റെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് ജസ്റ്റ് പറയാം. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അതായത് എംഫസൈസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡാണ്. കുട്ടികളുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ്, ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോണ്ടിസോറി മെത്തേഡ്. അല്ലാതെ ചുമ്മാ ഒരു സയന്റിഫിക് അല്ലാത്തൊരു മെത്തേഡ് അങ്ങ് എടുത്തിട്ട് അങ്ങ് കുട്ടികളിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. കുട്ടികളുടെ ഡെവലപ്മെന്റ്, അവരുടെ കപ്പാസിറ്റി, അവരുടെ പൊട്ടൻഷ്യലിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. നമുക്കറിയാം, മാറി മാറി വരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടില്. ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പലപ്പോഴും കൊണ്ടുവരുന്ന ആശയങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ പല ലിമിറ്റേഷൻസും അതിൻ്റെ ഔട്ട്കം വരെയും വളരെ നെഗറ്റീവായിട്ട് പോകും. അതാണ് നമ്മുടെ ഇവിടെ വരുന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നൊരു പ്രശ്നം. അങ്ങനെ ആയി വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ അത് കുറയുന്നത്. കുട്ടികൾ ഈവൻ പരീക്ഷ എഴുതുമ്പോൾ തന്നെയും അവർ ജയിക്കാനുള്ളത് മാത്രം എഴുതുക. പിന്നെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പല ടൈപ്പായിരുന്നു ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് ടൈപ്പ്, എസ് എ ടൈപ്പ്, അങ്ങനെ ഇങ്ങനെ പോകുമായിരുന്നു. ഇതിപ്പോൾ എസ് എ എഴുതാൻ പറഞ്ഞാലും പിള്ളേർ ചുമ്മാ പോയിന്റ്സ് എഴുതി വയ്ക്കും. ഇപ്പോൾ 10 പോയിന്റ് ആ ഒരു ആൻസറിനുണ്ട്.
അപ്പം എന്താ പറയാ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അവർ വെറുതെ ഒരു 5 പോയിന്റോ 4 പോയിന്റോ എഴുതി വെക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ, 4 or 5 പോയിന്റ്സ് ഇനഫ്. പക്ഷെ ഒരു 6 മാർക്ക് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ 10 പോയിന്റ്സ് എങ്കിലും എഴുതണം. അത് അവർക്ക് വേണ്ട, ജയിക്കാനുള്ളത് മതി, ഞാൻ ജയിക്കാനുള്ളത് എഴുതിയിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കുട്ടികൾ പരീക്ഷ എഴുതുന്നത് അങ്ങനെയാണെന്നാണ് ടീച്ചർമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടികളുടെ ഈ പൊട്ടൻഷ്യൽ, ഈ കപ്പാസിറ്റി അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും? അതൊരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡ് അതാണ്. അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫെസിലിറ്റേറ്റേഴ്സ് ആയിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന ടീച്ചിങ് മെറ്റീരിയൽസ്, ആ ടൂൾസ്, മോണ്ടിസോറി മെറ്റീരിയൽസ്, അത് സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആയിരിക്കും. ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, കണക്റ്റഡ് വിത്ത് നേച്ചറാണ്. ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാം തന്നെ. ഇനി കുട്ടികളുടെ ഡെവലപ്മെന്റ് നമ്മൾ ഓൾറെഡി നമ്മളുടെ പ്രീവിയസ് യൂണിറ്റ്സിൽ നമ്മൾ പഠിച്ചു. ആ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, കോഗ്നിറ്റീവ്, അവരുടെ തിങ്കിങ്, ബുദ്ധി, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ്, അവർ സോഷ്യലൈസ് ചെയ്യുന്ന രീതി. ഇമോഷണൽ ഡെവലപ്മെന്റ്സ്, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് അതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ സ്പിരിച്വൽ നീഡ്സ് ഓഫ് ദ ചൈൽഡ്, പലപ്പോഴും മോറൽ വാല്യൂസ്, അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില വാല്യൂസ്, ട്രഡീഷണൽ അവരുടെ ബിലീഫിൽ നിന്ന് കിട്ടുന്ന ചില വാല്യൂസ്, അതെല്ലാം ഡെവലപ്പ് ആകുന്നത്. ഇത് ഡെവലപ്പായി വരുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആളുകളുമായിട്ട് കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഓരോ റിലീജിയസ് ബിലീഫ് കുറേ വാല്യൂസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അവിടെ പീസ് ആൻഡ് ഹാർമണി, ബ്രദർഹുഡ് ഒക്കെയാണ് എല്ലാ റിലീജിയനും മെയിനായിട്ടും പറയുന്നത്. സോ കുട്ടിക്ക് അറിയാം എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യണം. എൻ്റെ ബിലീഫ് ആണെങ്കിലും അതല്ലാതെ ബിലീഫ് ചെയ്യുന്നവരുണ്ട്, അപ്പം അവരുടെയും റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ ഒരു ഇതിലേക്ക് വരും. ഇതൊക്കെ നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പോൾ പലപ്പോഴും ന്യൂസിൽ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ തന്നെ ആ ഒരു ഷിരൂരിൽ ആ ഒരു അർജുൻ മരിച്ചില്ലേ, അർജുൻ ആ ലോറിയുടെ ഓണറാന്ന് തോന്നുന്നു, മനാഫ് എന്ന് പറഞ്ഞ ആള്. അതിനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയാസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് റിലീജിയൻ കൂടെ മിക്സ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാധാരണയായി സംഭവിക്കേണ്ട കാര്യമല്ലേ? മനുഷ്യനെ സഹായിക്കുന്നതും മനുഷ്യരുടെ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാക്കുന്നത്, ആ ഒരു എമ്പതി കാണിക്കുന്നത്. അവിടെ എന്താ പറയുക, ഒരു വേറൊരു മതത്തിൽപ്പെട്ട ഒരാളെ വേറൊരു മതത്തിൽപ്പെട്ട ആളെ സഹായിച്ചു എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യല്ല വേണ്ടത്. ശരിക്കും അതൊക്കെ നോർമലി സംഭവിക്കേണ്ടതാണ്. ആ മനുഷ്യനാണ് അങ്ങനെ നോർമലി സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതൊക്കെ സാധാരണ കാര്യമായിട്ട് തന്നെ വിചാരിക്കണം. അല്ലാതെ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പേടി തോന്നുന്നത്. ലൈക്ക് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു മതത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ഇൻഗ്രീഡിയന്റ് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയല്ല. മനുഷ്യ ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിക്കുന്നു, മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാം പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കും. പല ഫിനാൻഷ്യൽ ലെവലിൽ നിന്നുള്ളവരായിരിക്കാം, പല ബിലീഫ് ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അതെല്ലാം ഒരുപോലുള്ള കുട്ടികൾ. ആ രീതിയിൽ കാണും. അതായിരുന്നു നോർമൽ. അവിടെ ഡിസ്ക്രിമിനേഷന്റെ കാര്യമില്ല. അത് നോർമലായിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾ വേറൊരു മതത്തിൽപ്പെട്ട ആളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോ ഒഫൻസ്, ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല മാം, അത് ഇല്ല ടീച്ചർ, അത് ഫോണിലിപ്പോ മനുഷ്യത്വമായിട്ട് കണക്കാക്കിയ പോരെ. അത് മനുഷ്യത്വം എന്ന് മാത്രം അതിന് വില കൊടുത്താൽ പോരെ. അതെ അതെ. അപ്പൊ അത് അല്ലാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുക, ഇത് വല്ല പ്രശ്നമാവോ? കാരണം ആ അങ്ങനെ മതത്തിന്റെ ഇതൊന്ന് അതിനകത്തേക്ക് ചേർക്കുമ്പോ ശരിക്കും ടെൻഷൻ ആവും. തീർച്ചയായിട്ടും ടീച്ചറെ, അത് എന്തിനാണ് അത് ചാനലുകാരുടെ പ്രശ്നമാണ് എന്തോ, അത് ഈ സോഷ്യൽ മീഡിയ ആണ്. എന്താണ് അതിനെ വളർത്തണേന്ന് അറിയില്ല. അങ്ങനെ കുറെ കമന്റ്സ് കണ്ട്. അതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നത്. കാരണം വെച്ചാൽ ഒരാളോട് കാണിക്കുന്ന ഒരു എമ്പതി. കാരണം നമ്മളിപ്പോ നൈബേഴ്സ് ഒക്കെ ആയിട്ട് താമസിക്കുന്ന പലരും ആയിരിക്കുമല്ലോ.
അതെ അതിനെ പോലും ഇപ്പോ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പൊ ആ ന്യൂസുകൾ പോണത്. അങ്ങനെയൊക്കെ കാണുമ്പോ ഒരു പേടിയാ. ഇത് എങ്ങോട്ട് അതെ അതെ സൊസൈറ്റി. ഞങ്ങളിവിടെ എന്താ നബിദിനത്തിന്റെ പരിപാടിക്ക് കുട്ടികൾ ജാഥയായിട്ട് അങ്ങനെ പോകുമ്പോ ഒരു വീട്ടില് അവരെ അവിടുത്തെ അച്ഛനും അമ്മയും അവിടുത്തെ ഓലെ മകന്റെ വൈഫും അവരെ കുട്ടികളൊക്കെ പാടെ അവർക്ക് പായസം വെച്ച് കൊടുത്ത് കുട്ടികൾ പോകുമ്പോ ദാഹിച്ചിട്ട് അമ്മയോട് വെള്ളം ചോദിച്ച് കൊടുക്കാൻ നല്ല എല്ലാ വർഷവും അങ്ങനെ കൊടുക്കണ ഒരു നല്ല അച്ഛനും അമ്മയും ആ ഒരു കുടുംബമാണ്. അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഉസ്താദ് അത്രയും പ്രാർത്ഥിച്ചു. അത് നമ്മള് മതത്തിന്റെ ഒരു ഇതല്ല, ആ ഒരു സ്നേഹമാണ് അത്. അതെ അതെ. അവര് അത് ഈ സോഷ്യൽ മീഡിയ എടുത്ത് ഭയങ്കര ന്യൂസ് ഒക്കെ ആക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കത് കാണുമ്പോ ടെൻഷനാണ്. സോഷ്യൽ മീഡിയ അല്ല, അല്ലാതെ നമ്മൾക്ക് ഒറിജിനൽ ആയിട്ട് നമ്മൾ കാണുന്നത് തന്നെയാണ്. സോഷ്യൽ മീഡിയക്കാർ അവർക്ക് ലൈക്ക് കിട്ടാനും സബ്സ്ക്രൈബ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്, അത് വേറെ. ഇത് നമ്മള് ശരിക്ക് കാണുന്ന സംഭവങ്ങളാണ്. അവരെ സ്നേഹത്തിന്റെ പേരിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ്. മലബാർ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, അത് പണ്ട് തുടങ്ങി ഇപ്പോഴും അവരത് ഫോളോ ചെയ്യുന്നു. ഒരു വീട്ടിലൊരു കല്യാണം വരുമ്പോൾ ആ നാട്ടുകാർ മുഴുവനും കൂടെ സഹകരിച്ച് അവിടെ എന്താണോ കുറവുള്ളത് അതെല്ലാരും കൂടെ ശരിയാക്കി അങ്ങനെ അവർ നാട് മുഴുവനായിട്ട് ആ ഒരു കല്യാണം ആ, അവരുടെ സ്വന്തമായിട്ട് നടത്തുന്നു. അതിപ്പോ അടുത്ത വേറൊരു വീട്ടിലാവുമ്പോൾ ബാക്കി എല്ലാരും കൂടെ ചേർന്ന് ഇതുപോലെ തന്നെ ചെയ്യും. അവിടെ അവര് റിലീജിയനോ ഒന്നും അവിടെ ഒരു ബാരിയർ അല്ല. അതൊക്കെ അവിടെ സാധാരണമായി ആളുകളെല്ലാം കൂടിയുള്ള സഹകരണത്തിൽ നടക്കുന്നതാണ്. അത് ഇതുപോലെ മതത്തിന്റെ പേരിൽ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അതിന് ഭയങ്കര ന്യൂസ് ഒക്കെ ആക്കുമ്പോഴാണ് ടെൻഷൻ കൂടുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ അതെ. മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപോലെ കാണാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോഴേക്കും അത് നോർമൽ ആകുന്നു, സാധാരണ എന്നുള്ള രീതിയിൽ തന്നെ പോകും. കുട്ടികളിലും അത് മിസ്സേ തന്നെ. പക്ഷെ ഇപ്പോഴും ഉണ്ട് മിസ്സേ, ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മിസ്സിനോട് ഷെയർ ചെയ്തില്ലായിരുന്നോ എനിക്ക് കിട്ടിയ ബാഡ് എക്സ്പീരിയൻസ്. യെസ്. എനിക്ക് അതാണ് ഞാൻ ഇപ്പോഴും എല്ലാം നോക്കിയായിട്ടില്ല. എനിക്കിപ്പോഴും ഇന്റേൺഷിപ്പ് എന്ന് കേൾക്കുമ്പോ ഞാൻ വീട്ടില് എന്നോട് പറയുന്നുണ്ട്, നീ അടുത്ത സ്കൂൾ നോക്കണില്ലേ എന്ന് പറയുമ്പോ തൊട്ട് എനിക്കൊരു പേടിയാ. അത് ജസ്റ്റ് ലീവ് ഇറ്റ് തന്നെ. ശരി, അതിനെപ്പറ്റി ബോധർ ചെയ്യേ വേണ്ട. നമ്മൾ ഒന്നില്ലെങ്കിൽ അടുത്തേക്ക് നമുക്ക് അതിലും വലിയ ആ എന്തോ ഒരു ചാൻസ് കിട്ടാനിരിക്കുക. അതുകൊണ്ടാണ് അത് അങ്ങനെ. ആ ഒരു കാസ്റ്റ്, ഒരു മതം അവിടെ ഉണ്ടെന്ന് അപ്പോഴാ മനസ്സിലായത്. അവര് ചോദിക്കുന്നത് ഹിന്ദു ആണെങ്കിലും ഹിന്ദുവിൽ എന്താണ്, ഹിന്ദുവിൽ വലുതാണോ താഴെയാണോ എന്നൊക്കെ ചോദിക്കണേ. അത് ശരി. എന്റെ അച്ഛൻ ചെന്ന് ചോദിച്ചപ്പോ അച്ഛനോട് അതാ ചോദിച്ചത്. ഇന്നപോലെ അവള് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വന്നാലും ചോദിച്ചപ്പോ അച്ഛനോട് അവര് പറയണത്, നിങ്ങൾ ഹിന്ദുവിൽ ഏതാണ്, ഹിന്ദുവിൽ വലുതാണോ അതോ താഴെയാണോ എന്ന് അവർക്ക് അറിയണം. അതന്നെ ലീവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് പോവാതിരിക്കുകയാണ് നല്ലത്. അതെ, അത് അവിടെ അങ്ങ് മറക്കുക, അത് അവിടെ കളയുക. ആ ഒരു എന്താ പറയാ, നമ്മളുടെ വേസ്റ്റ് ഒക്കെ നമ്മൾ പിന്നിലേക്ക് ഇടില്ലേ, അതുപോലെ അത് അവിടെ അങ്ങ് വിട്ട് ഉപേക്ഷിച്ച് അടുത്ത നമ്മൾക്ക് വേറെ ചാൻസ്, അത്രേ ഉള്ളൂ. അവർക്ക് അത്രേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ആ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ടീച്ചറെ അപ്പൊ? അതെ, കറക്റ്റ്. ഞാൻ എനിക്ക് നാരായണീയം പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ നാരായണീയം പഠിക്കാനായിട്ട് ചേർന്നു. ടീച്ചർക്ക് ദക്ഷിണയൊക്കെ കൊടുക്കാനായിട്ട് വന്നു. പേര് ചോദിച്ചു, ഞാൻ ജസ്റ്റ് ജിഷ എന്ന് പറഞ്ഞു. അപ്പൊ വാല എന്താന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേസ്, വേറൊന്നുമില്ലേ അവരെ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ നമ്മളുടെ റിലീജിയനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ അമ്മയൊക്കെ ചിരിക്കുമായിരുന്നു. വാലില്ല എന്നങ്ങ് പറഞ്ഞോളൂ, പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ നടക്കണം, ഇപ്പോഴും അതൊക്കെ ഉണ്ട്, അതിനൊന്നും മാറ്റമൊന്നുമില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ശരി, അതങ്ങ് ലീവ് ചെയ്യുക. ആ ഒരു സംഭവം ഇനി ആലോചിക്കുന്നത് അതവിടെ കഴിഞ്ഞു. അത് അവരുടെ പ്രശ്നം, നമ്മുടെ ഞാൻ ഇവിടെ വന്നിട്ടാണെങ്കിൽ എനിക്ക് പേടിയാണത്. അവരെന്താണ് ഇവിടെ 2 ദിവസം ചോദിച്ചോണ്ടിരിക്കണേ. അവിടെ ആ കാസ്റ്റിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ ഞാൻ എടുത്ത് നോക്കിയപ്പോഴും 3 കുട്ടികളാ മറ്റേ ഹിന്ദു കുട്ടികളില്, ബാക്കിയെല്ലാം അവരുടെ കാസ്റ്റിലുള്ള. അപ്പൊ ഇപ്പോഴും ഓർക്കുമ്പോ ഒരു പേടിയായി. ഇനിയിപ്പോ പോവില്ല, ഇനി ആ ഏരിയയിലേക്ക് പോവില്ല. നമ്മൾക്ക് നെഗറ്റീവ് അടിക്കുന്ന ഭാഗത്ത് പോവാതിരിക്കുക, അല്ലാതെ അതേ ഉള്ളൂ. ഓക്കെ, സോ മെത്തേഡ്, അതായത് മോണ്ടിസോറി മെത്തേഡ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, അതാണ് പറയുന്നത്. അവിടെ ആക്ടിവിറ്റിയാണ് കൂടുതലും. ഈ ആക്ടിവിറ്റീസ് എല്ലാം വളരെ സിമ്പിളും ഈസി ആയിരിക്കും. അപ്പം നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും കുട്ടികളെ കൊണ്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക്
സിമ്പിളായിട്ട് ഇന്ന് വേറെ ആരും വിളിച്ചില്ല, ശരണ്യ ഫസ്റ്റ് ബാച്ചിലാണ്. ശരണ്യെ വിളിച്ചപ്പോൾ ശരണ്യ എന്ത് ചെയ്യിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്ത് പോകുക, അവിടെ ചെന്ന് കുട്ടികളെ കാണുമ്പോൾ അവർക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാറണം എന്ന് പറഞ്ഞു. ശരണ്യ അത് കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അവരെ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് റൈംസ് സെലക്ട് ചെയ്യാം, സ്റ്റോറിയിലൂടെ അത് പറഞ്ഞു കൊടുക്കാം, അല്ലാതെ എന്തെങ്കിലും ആക്ഷനിലൂടെ പറഞ്ഞു കൊടുക്കാം, കുട്ടികളിൽ ഏതാണ് കൂടുതൽ ശ്രദ്ധിച്ചെന്ന് ചോദിച്ചു. ശരണ്യ പറയുമായിരുന്നു അവർക്ക് റൈമായിരുന്നു ഇഷ്ടം, പാട്ടിലൂടെ കാര്യങ്ങൾ കേൾക്കാനായിരുന്നു അവർക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ ശരണ്യ ഇനി പഠിപ്പിക്കുന്നതെല്ലാം ത്രൂ റൈംസ് ആ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ശരണ്യ അങ്ങ് ഡിസൈഡ് ചെയ്തു. നമ്മൾ എന്തൊക്കെ പഠിച്ച് എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയാലും അവിടെ ചെല്ലുമ്പോൾ മക്കൾക്ക് അവർക്ക് എന്താണോ അവർ നോക്കിയിരിക്കുന്നത് അത് ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ആക്ടിവിറ്റീസ് വളരെ സിമ്പിളും ഈസിയുമായിരിക്കണം. അത് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നവരെയും അത് സിമ്പിളും ഈസിയുമായിരിക്കണം. ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തില്ലേ, ജംബ്ലിംഗ് വേർഡ്സ്, അതിനെ നമ്മളൊരു സെന്റൻസ് മേക്കിംഗ് ആക്കിയത്. അപ്പം ഞാനപ്പോൾ അത് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനവിടെ ഫെയിലായി. കാരണം തുടങ്ങി അത് ഫിനിഷ് ചെയ്യുമ്പോൾ വരെ അത് ഫസ്റ്റ് ചോദിച്ചില്ലേ, കൺഫ്യൂഷൻ വന്നു, റീഅറേഞ്ച് ചെയ്യുവാണോ എന്താ ചെയ്യേണ്ടത് ആ രീതിയിൽ ചോദിച്ചു. അവിടെ റീഅറേഞ്ച് മാത്രമല്ല, നമുക്ക് പ്രപ്പോസിഷൻസ്, അതായത് ടു ചേർക്കാം, ദ ചേർക്കാം, അതൊക്കെ വിട്ടിട്ട് ചുമ്മാ വേർഡ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അതൊക്കെ ചേർത്ത് കുറച്ചുകൂടെ അതിനെ ഇതാക്കുക. റീഅറേഞ്ച് മാത്രമല്ലായിരുന്നു, ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെ അതിനെ ഫോം ചെയ്യണമായിരുന്നു. അപ്പൊ അത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു തരണമായിരുന്നു. അതുപോലെ അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു, ഇങ്ങനെയാണോ എന്ന് ചോദിച്ചത്. അത് സിമ്പിളും ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആ ഈസി ടു അണ്ടർസ്റ്റാൻഡിന്റെ അവിടെ എനിക്ക് ഇച്ചിരി പ്രശ്നം വന്നു. അതാണ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പൊ അത് നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികളല്ല അവർക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കളികളാണോ, പക്ഷെ ഒരു പ്ലേ വേ മെത്തേഡ് അല്ല. ശരിക്കും ഇവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് നല്ല രീതിയിൽ നടക്കണം എന്നുള്ള രീതിയിൽ ആക്ടിവിറ്റീസ് ആണ്. കളി രീതികൾ മാത്രമല്ല, അതിലൂടെ ലേണിങ്ങും കൂടിയാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ മോണ്ടിസോറി സ്കൂളുകളിൽ പല കാര്യങ്ങളിലും ഫെയിൽ ആകുന്നുണ്ട്. അപ്പൊ പലരും പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ കുട്ടികൾക്ക് നല്ലപോലെ ഉണ്ട്, പക്ഷെ അവർക്ക് എഴുതാൻ അറിയില്ല, ശരിയായ രീതിയിൽ വായിക്കാൻ അറിയില്ല എന്ന് ചില അമ്മമാര് പറയട്ടെ, മോണ്ടിസോറി സ്കൂളിൽ വിട്ടവര്. അത് ഈ ഒരു പ്രശ്നമാണ്. നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്ത് അവരെ ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകണം. കളി മാത്രമായി പോകുമ്പോൾ അവരിൽ ലേണിംഗ് നടക്കില്ല. അതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ മോണ്ടിസോറി മെത്തേഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം. പിന്നെ ഈ മെത്തേഡിലൂടെ ഇവര് സോഷ്യലി ഉള്ള അവരുടെ ബിഹേവിയർ എല്ലാം നല്ലപോലെ ഇമ്പ്രൂവ് ആകുന്നു. പിന്നെ കുട്ടികളെ മോട്ടിവേറ്റഡ് ആകുന്നു. ടീച്ചറെ, മോണ്ടിസോറി ക്ലാസ്സിലൊരു 4th സ്റ്റാൻഡേർഡ് പഠിച്ചൊരു കുട്ടി, മോണ്ടിസോറി മെത്തേഡ് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോ ആ കുട്ടീനെ പെട്ടെന്ന് നമ്മൾ സ്റ്റേറ്റ് ഇതിലേക്ക് ആക്കി കഴിയുമ്പോൾ അവർക്ക് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോ? ശരിക്കും മോണ്ടിസോറി മെത്തേഡ് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ. 4th സ്റ്റാൻഡേർഡ് എനിക്കത് മനസ്സിലായില്ല. 4 ഇയർ ആണോ ഉദ്ദേശിച്ചത്, 4 വയസ്സാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, 3ാം ക്ലാസ് വരെയൊക്കെ 4th ഇതുവരെ ഉണ്ടെന്ന് പറയണു. എവിടെയൊക്കെയോ മോണ്ടിസോറി മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ശരിക്കും 6 വയസ്സ് വരെയാണ് ശരിയായ പ്യുവർ മോണ്ടിസോറി മെത്തേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു 6 വയസ്സ് വരെ ഉള്ളൂ അല്ലേ? 6 വയസ്സ് 3 to 6 ആ ഒരു ഏജ് ഗ്രൂപ്പാണ് മോണ്ടിസോറി. അപ്പൊ ഞാൻ പറഞ്ഞ ടീച്ചറെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് എങ്ങനെയാ അങ്ങനെ ഏജ് ലിമിറ്റ് എത്രയാണ് പറഞ്ഞത്, അല്ലാതെ 3ാം ക്ലാസ് വരെയൊക്കെ വെച്ചാൽ അവർ പഠിച്ചു തുടങ്ങേണ്ട ഒരു ഇതിലേക്ക് എങ്ങനെയാ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. എവിടെയാ നമ്മുടെ അങ്കമാലിയിലൊരു സ്കൂളിലാണ്. സ്കൂളുകളില് ഈ മെത്തേഡ് ചില ആപ്ലിക്കേഷൻസ് അവര് ഹയർ ക്ലാസ്സിലേക്ക് എടുക്കും. ശരിക്കും പ്യുവർ മോണ്ടിസോറി 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികളിലാണ് പ്യുവർ മോണ്ടിസോറി. 3ാം ക്ലാസ് വരെ അവിടെ എങ്ങനെയാണെന്ന് അവിടെ ആ രീതിയിൽ അവര് വലിയ ക്ലാസ്സുകളിൽ കുറച്ച് ചെയ്യും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അതായത് ബുക്സ് കൊണ്ടുപോകണ്ട, ബുക്സ് എല്ലാം അവിടെ ഷെൽഫിലായിരിക്കും. ബുക്സ് ഒന്നും കൊണ്ടുപോകണ്ട, ബാഗ്ലെസ് ആണ് അവർക്ക്. അതെ അതെ, ആ രീതിയിൽ അങ്ങനെ ഷെൽഫ് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ചില സ്കൂളുകളുണ്ട്. അതൊക്കെ അവരൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ് കുറെയൊക്കെ.
ഈ ഫോറിൻ അത് കൺട്രീസിൽ അത് സക്സസ് ആവോ എന്നുള്ളത് എനിക്ക് ഡൗട്ട്. എന്നെ സംബന്ധിച്ച് സക്സസ് ആവാൻ പഠിച്ച വീട്ടിലിരുന്ന് കുട്ടികൾ ഒന്നും പഠിക്കാതെ അതെ അതെ ഹോംവർക്ക് ഇല്ല, ഹോംവർക്ക് ഇല്ലാന്ന്. എക്സാംസും ഉണ്ടാവില്ലായിരിക്കും. എക്സാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോംവർക്ക് ഇല്ല, ബാഗില്ല. പക്ഷെ നമ്മൾ ഇവർക്കൊരു ഇവാലുവേഷനും ഒരു അനാലിസിസും നടത്താതെ നമുക്ക് അറിയില്ലല്ലോ ഇവർ ഏത് ലെവലിലായി എന്നുള്ളത്. ഇപ്പൊ ഒരു കുട്ടിയെ അതിപ്പോ ഞാൻ മോണ്ടിസോറിൽ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ, അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇവരെ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ അത് നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി, അവർ ആക്ടിവിറ്റി ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ട് വേണം, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയണത് ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിലാണ് കൂടുതലും. അവർ നോർമലൈസ്ഡ് ഗ്രൂപ്പിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ ചെയ്തോളും. അങ്ങനെയാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. ഓക്കെ. പീസ് ആൻഡ് ഹാർമണിയാണ് മോണ്ടിസോറി മെത്തേഡിലൂടെ നമുക്ക് വരുന്നൊരു ഔട്ട്കം. മാം, അപ്പൊ ഈ മോണ്ടിസോറി കുട്ടികൾക്ക് എക്സാം വരുന്നില്ല? പിന്നെ അവർക്ക് എക്സാം ഉണ്ടാവില്ല. 6 years വരെയൊക്കെ എന്ത് എക്സാം നടത്താൻ? എക്സാം ഒന്നുമില്ല. നമ്മൾ അംഗൻവാടികളിലും അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. ചെറിയൊരു വേർഷൻ ആണല്ലോ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു ചെറിയൊരു രീതി തന്നെയല്ലേ. പിന്നെ അംഗൻവാടികൾ കുറച്ചുകൂടി ഒന്ന് സിസ്റ്റമാറ്റിക് സയന്റിഫിക് ആയിട്ടൊക്കെ ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചിലയിടത്തൊക്കെ ഓക്കെ അത് ആ രീതിയിലൊരു സ്റ്റാൻഡേർഡ്. കഴിഞ്ഞ ദിവസം അതൊരു ന്യൂസ് കണ്ടു, കുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചു എന്നെന്തോ പറഞ്ഞിട്ട് അംഗൻവാടിയിൽ. പിന്നെ മൈൻഡ് ആൻഡ് ബോഡിയുടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഹാപ്പി മൂഡിലുള്ള ഡെവലപ്മെന്റ് ആണ് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത്. കുട്ടികൾ തന്നെയാണ് അവരുടെ ലേണിങ്ങിന്റെ ഇൻചാർജ്. അവര് തന്നെ പഠിക്കുകയാണ് പല കാര്യങ്ങളും. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ഈ മെത്തേഡിലൂടെ തന്നെ അവർ അപ്രീഷിയേറ്റ് ഈച്ച് അതർ. ആ ഒരു ജലസ് ആ ഒരു ഫീലൊക്കെ അവരിൽ ഉണ്ടാവില്ല. അവർ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവരുടെ ക്വാളിറ്റീസ് അതിന് വാല്യൂ കൊടുക്കുന്നു. അങ്ങനെ ഒരു തമ്മിലൊരു ജനറോസിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എന്താ പറയാ, പുസ്തകങ്ങൾ പഠിച്ച് അറിവ് ഇങ്ങനെ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയല്ല മോണ്ടിസോറി മെത്തേഡില്. പക്ഷെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്, അതിലൂടെ കുട്ടികൾ പലതും ഡിസ്കവർ ചെയ്യും, നോളജ് ഡിസ്കവർ ചെയ്യാണ് ചെയ്യുന്നത്. ഓഡിയോ ഓൺ ആണേ. ഓക്കെ, നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നമ്മൾ 2 പോയിന്റ്സ് പറഞ്ഞിട്ട് മോണ്ടിസോറി മെത്തേഡിന്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ പറയുമായിരുന്നു. മൈൻഡ് ആൻഡ് ബോഡിയുടെ ഹാർമോണിയസ് ഡെവലപ്മെന്റ് ആണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. പക്ഷെ പ്ലേ വേ മെത്തേഡ് അല്ല, ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ് ആക്ടിവിറ്റി മെത്തേഡിലൂടെ നടക്കുന്നത്. പിന്നെ കുട്ടികൾ തന്നെ സ്വയം ആ ലേണിംഗ് പ്രോസസ്സിന്റെ ഇൻചാർജ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ടീച്ചർ ഇങ്ങനെ വടിയെടുത്ത് വെച്ചിട്ട് ബോർഡിൽ എഴുതിയോ പഠിപ്പിക്കലല്ല, അവര് തന്നെ ഇൻചാർജ് ഓഫ് ദർ ലേണിംഗ് ഏരിയ. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. ത്രീ പോയിന്റ്സ് ആരെങ്കിലും വായിക്കാമോ? ഈ 3 പോയിന്റ്സ്. The adult must be a participant in the child's living and growing within the design environment. In the Montessori environment, the child must be helped in his development by the following methods. He must be aided towards freedom through his environment. He should be given activities that prompt independence. He should not be helped by others in acts he can perform for himself. He should be taught self-help skills like buttoning, zipping, putting on shoes, and other activities that aid him towards freedom. All material. 3 points. നമ്മൾ പറഞ്ഞു ഈ എൻവയോൺമെന്റിൽ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഒരു ഡയറക്ടറസ് ഉണ്ടായിരിക്കും, മെയിൻ ഹെഡ് എന്നൊക്കെ നമ്മുടെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ബാക്കി ടീച്ചേഴ്സ് എന്ന് പറയുന്ന പോലെ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും.
കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും. പക്ഷെ അവർ കൂടുതലായിട്ട് ഇൻവോൾവ് ആവില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് ആ ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നിടത്ത് മാത്രമാണ് അവർ ഇൻവോൾവ് ആകുള്ളൂ. ഒരു ഒബ്സർവേഷൻ ആയിരിക്കും, നല്ല കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ. ഇവിടെ ഫ്രീഡം ആണ്, പക്ഷെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. കുട്ടിക്ക് അറിയുന്നില്ല അവനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്, പക്ഷെ ആ എൻവയോൺമെന്റിൽ അവന് ഫ്രീഡം കിട്ടുവാണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും അവനൊരു ബ്ലോക്കിങ്ങും കൂടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. നെക്സ്റ്റ് ഡേ വരുമ്പോൾ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ആ ദിവസം പോകുന്നത്. നെക്സ്റ്റ് ഡേ വരുമ്പോൾ എനിക്കത് ചെയ്യണം, ആ ഒരു രീതിയിലായിരിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഒരാളുടെ ഹെൽപ്പ് ചെയ്യുന്ന അവൻ തന്നെ അത് പെർഫോം ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളെ നടക്കാനായിട്ട് ഉള്ള ആ പ്രായമാവുമ്പോൾ അവര് എന്താ പറയാ, ആദ്യം ഒന്ന് വീഴും. ചിലര് നമ്മളിങ്ങനെ നോക്കിയിരിക്കും, നമുക്കറിയാം കുഞ്ഞിന് അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും ആ വീണ സ്ഥലത്ത് നിന്ന് എണീറ്റ് പതുക്കെ പതുക്കെ വീണ്ടും 2-3 സ്റ്റെപ്പ് വയ്ക്കും, വീണ്ടും ചിലപ്പോൾ വീണ്ടും ഇരിക്കും. നമ്മളത് പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ കുട്ടി തന്നെ പിന്നെ അങ്ങ് നല്ല പോലെ നടക്കാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെയാണ്, അതായത് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് കുഞ്ഞിന്റെ. കമഴ്ന്ന് വീഴുന്നു, അല്ലാണ്ട് നമ്മൾ കമഴ്ത്തി ഇടുന്നില്ല. കുട്ടി തന്നെ ഇരിക്കുന്നു, നമ്മൾ ഇരുത്തുന്നില്ല. അതൊക്കെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്നു, എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് അത് ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞ് തന്നെ ചെയ്യും. പിന്നെ ചിലപ്പോൾ ഭക്ഷണം തന്നെത്താൻ ചിലപ്പോൾ സ്പൂണിലെടുത്ത് കഴിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ കൈകൊണ്ട് കഴിക്കാൻ നോക്കുന്നു. കുറേയൊക്കെ അവിടെയൊക്കെ പോവുമായിരിക്കും. പക്ഷെ ചില പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അതിന് അവരെ അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയണതാണ്. അവരത് തന്നെ ചെയ്ത് വരണം. നമ്മളവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുമോ, നമ്മളായിട്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് അവിടെ വാശി കൂടുകയാണ്. പിന്നെ ഹി വോണ്ട് ട്രൈ, ആ ഒരു രീതിയിലേക്ക് ആയിപ്പോകും. അപ്പൊ മോണ്ടിസോറി പറയുന്നത് അതാണ്, ഡെവലപ്മെന്റ് നാച്ചുറൽ ആയിട്ട് നടക്കണം. അവിടെ ബ്ലോക്കിങ്ങോ ഹിൻഡ്രൻസോ തടസ്സങ്ങളോ ഒന്നും പാടില്ല. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ നമ്മളും ഇതുപോലുള്ള റോൾസ് എടുത്തിട്ടുണ്ട് ശരിക്കും. നെക്സ്റ്റ് 3 പോയിന്റ്സ്. പിന്നെ ഇതുപോലെ തന്നെ ബട്ടണിങ്, സിപ്പിങ്, ഞാനത് നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഒരു ക്ലോത്ത് ഞാനിങ്ങനെ ബട്ടൺ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പഴയൊരു ക്ലോത്ത് എടുത്തിട്ട് പഴയ ഏതെങ്കിലും ഡ്രസ്സിലെ ബട്ടണൊക്കെ പോയിട്ടുള്ളതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 4-5 ബട്ടൺ ഇങ്ങനെ, നമുക്കറിയാലോ ഈ ബട്ടൺ ഹോളും ബട്ടൺ അറ്റാച്ച്മെന്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട് ഈ തുന്നൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്ത്. അവിടെ കൊണ്ട് കൊടുത്താൽ അവരത് കറക്റ്റായിട്ട് വേഗം ചേരും. 10 രൂപ എത്രയോ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. അതുപോലെ തന്നെ സിബ്, പിന്നെ ഷൂ ലേസ് കെട്ടുന്നത്, ഇത്രയും നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും വേസ്റ്റ് ക്ലോത്തിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കാം. അപ്പൊ തന്നെത്താനെ സ്വന്തം ഡ്രസ്സിലെ ബട്ടൺ ഇടാനും അഴിക്കാനും സിബ് ഇടാനും പിന്നെ ലേസ് കെട്ടാനും ഷൂ ലേസ് കെട്ടാനും അതൊക്കെ അവർ ഇൻഡിപെൻഡന്റ് ആകും. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. നെക്സ്റ്റ് 3 പോയിന്റ്സ്. കാണാൻ പറ്റുന്നുണ്ടോ? All material and furniture should be the exact size for children. This will give children the power of over the material. The furniture should be of the child's height, as everything suits the child. He feels secure and loved. The child must be helped in developing discipline by giving him chances for constructive work. The child must be helped in developing a clear understanding of good and evil. അപ്പൊ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ചൈൽഡ് ഫ്രണ്ട്ലി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് എത്തുന്ന ഒരു ഡിസ്റ്റൻസിലും ആ ഒരു ഹൈറ്റിലും കുട്ടികൾക്ക് പറ്റുന്ന സൈസിലുള്ളതായിരിക്കും. പിന്നെ എല്ലാം നാച്ചുറൽ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. കൂടുതൽ വുഡ്, നല്ല വുഡിന്റെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ മെറ്റീരിയൽസ്. അല്ലെങ്കിൽ ഒരു കസേരയിൽ കയറിയിരിക്കാനായിട്ട് വേറൊരാളുടെ ഹെൽപ്പ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടിക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാ ഫർണിച്ചറും മെറ്റീരിയൽസും. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഫർണിച്ചർ. പിന്നെ ഷെൽഫുകൾ ഉണ്ടാവും, എല്ലാം ചെറിയ ചെറിയ ഷെൽഫാണ്. ഈ മെറ്റീരിയൽസ് എല്ലാം ആ ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവും. കുട്ടിയുടെ കൈ എത്തുന്ന ആ ഒരു ഹൈറ്റിലായിരിക്കും ഈ ഷെൽഫൊക്കെ വെച്ചിട്ടുള്ളത്.
നമുക്ക് അങ്ങനെ ഒരു മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. മോണ്ടിസോറി സ്കൂളിൽ നിന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ കുറേ പിക്ചേഴ്സ് കിട്ടും. അതിൽ കാണാം ഒരു കുഞ്ഞിൻ്റെ സൈസിലുള്ള ഷെൽഫുകളായിരിക്കും. ഇങ്ങനെ ഭയങ്കര ഹൈറ്റുള്ള ഷെൽഫുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ. പിന്നെ ഗുഡ് ഈവിൾ ആ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത്. ഈവൻ നമ്മൾ വീട്ടിലും കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ശരിയാവുന്നത്, അല്ലെങ്കിൽ അത് മോശമായി പോവും അല്ലേ. ഇപ്പം തന്നെത്താനെ കുളിക്കാൻ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. തന്നെത്താനെ അവർ ടോയ്ലറ്റ് ട്രെയിനിങ് അതും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ കറക്റ്റ് ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗൈഡൻസ് വരണം. അല്ലാണ്ട് അവർ തന്നെ ചെയ്തോളും. കാരണം നമുക്കറിയാം സർട്ടൻ കാര്യങ്ങളിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് വേണം. അത് തന്നെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. ചില കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുമ്പോൾ ഇപ്പൊ തുണി മടക്കുന്നു, അമ്മ ഇരുന്ന് തുണി മടക്കുക, അപ്പൊ കുട്ടി ഓടി വന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യുവാണ്. അവൻ മടക്കുന്നു, ഒരു പക്ഷെ അമ്മ മടക്കുന്ന ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുവാണ്. അവൻ തന്നെ ചെയ്യട്ടെ, അവൻ ചെയ്ത് അവന് കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്നു, മേ ബി ശരിക്കും അതിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സോപ്പിന്റെ അംശം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ കുറേ സോപ്പ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ഒന്നും തടയുന്നത്. പിന്നെ പിന്നെ അവർ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കറിയാം എങ്ങനെ ചെയ്യണം. അവരുടെ ആ ഏജിലെ ഡെവലപ്മെന്റിനനുസരിച്ച് അവർക്കത് മനസ്സിലാവും. ഈവൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നിനക്ക് നന്നായി ചെയ്യാൻ അറിയില്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. സെയിം ഇത് തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവർക്ക് ഫ്രീഡം കിട്ടുക. വീട്ടിൽ ചിലപ്പോൾ റെസ്ട്രിക്ഷൻ കിട്ടുന്നത് ഇവർക്ക് ഇവിടെ ഫ്രീഡം കിട്ടുകയാണ്. അപ്പൊ അവിടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സന്തോഷമുള്ളൊരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ആണ് അവർക്ക് വരുന്നത്. കുട്ടികളെല്ലാം ചെറിയ ചെറിയ ചെയറിൽ ഇരിക്കുന്ന കാണാം. അങ്ങനെ കുറെ പിക്ചർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് മരിയ മോണ്ടിസോറി, അതായത് ഈ കുട്ടികളുടെ ചിൽഡ്രൻസ് ഹൗസ് എന്നാണല്ലോ പറയുന്നത്. കാസാഡെ ബാംബിനി. കാസാഡെ ബാംബിനി എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ്. അവിടെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ, ഇപ്പം നമുക്കറിയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളുടെ ഒരു പീരീഡിൽ ഒരു ടീച്ചർ വരാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ ടീച്ചർ അന്ന് വന്നിട്ടില്ല, ലീവാണ്, ഭയങ്കര ബഹളമായിരിക്കും അല്ലേ. ആ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാന്ന് തന്നെ മനസ്സിലാകും ബാക്കിയുള്ളവർക്കെല്ലാം. അതുപോലത്തെ ബഹളമായിരിക്കും നടക്കുക. പക്ഷെ ഒരു മോണ്ടിസോറി സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ആ ഒരു ഫെസിലിറ്റേറ്റർ ആ ക്ലാസ് റൂമിൽ കുറേ മണിക്കൂറുകൾ ഇല്ലെങ്കിൽ പോലും അത് ആർക്കും മനസ്സിലാവില്ല അവിടെ ഫെസിലിറ്റേറ്റർ ഇല്ല എന്നുള്ളത്. കാരണം അതുപോലെ കുട്ടികളെല്ലാം വളരെ കോൺസെൻട്രേഷനോടുകൂടി അവരുടെ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആയിരിക്കും. കുറച്ചു നേരം ഫെസിലിറ്റേറ്റർ അവിടെ ഇല്ലെങ്കിൽ പോലും അതവിടെ കാര്യമായ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ. പക്ഷെ നമ്മളുടെ മൈൻഡ് അന്നൊട്ടും ശരിയല്ല, നമുക്ക് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യുന്നത് ശരിയായ ഒരു ഇതല്ല. സോ നമ്മൾ ആ ലീവ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണത്. കാരണം നമുക്ക് വന്നിട്ട് ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഡ്യൂട്ടി. നമ്മുടെ മനസ്സ് വേറെ വല്ലയിടത്തും ബോഡി അവിടെ ആയിട്ടുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ഒബ്സർവേഷൻ നടക്കില്ല. സോ നമ്മൾ അവിടെ വന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ സെൻസസ് യൂസ് ചെയ്യാം. നമുക്ക് എത്ര സെൻസ് ഉണ്ട്? 5. 5. Sense organs. 6 ഞാൻ കേട്ടു. ഈ സെൻസസ് യൂസ് ചെയ്താണ് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മളുടെ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ അല്ലേ, വിഷ്വൽ ആയിട്ടുള്ള സെൻസസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഓഡിറ്ററി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് കിനെസ്തെറ്റിക്സ്. പിന്നെ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്നത്, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, ഒൾഫാക്ടറി, ഗസ്റ്റേറ്ററി സെൻസ്. അങ്ങനെ 5 സെൻസ് മെയിനായിട്ട് നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യണം. ഈ 5 സെൻസും വിഷ്വൽ, പിന്നെ ഓഡിറ്ററി കേൾവിയുടെ, പിന്നെ ടച്ച് ഫീൽ
കിനസ്തെറ്റിക്. ടച്ച് ഫീൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരാൾ വന്ന് ഇപ്പൊ സിയ വന്ന് എന്നെ ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അപ്പം എന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പിടിക്കുക. അപ്പം എനിക്ക് എന്തൊക്കെ ഫീൽ വരും? ചെറിയൊരു ടെമ്പറേച്ചർ അല്ലേ, ചൂട് തോന്നും അല്ലേ. നമ്മൾ ആരെങ്കിലും നമ്മൾ പിടിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു കുറച്ച് നേരം കൈ ഇങ്ങനെ വെക്കുമ്പോഴേക്കും ചെറിയ ചൂട്. സിയ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിക്കുക. അപ്പം എന്താ, എനിക്ക് അവിടെ ഒരു പ്രഷർ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് കിനസ്തെറ്റിക്കിൽ നമുക്ക് വരുന്നതാണ് ടെമ്പറേച്ചർ, പ്രഷർ. ചില സമയത്ത് കോൾഡ് ഫീൽ ചെയ്യാം. അപ്പോൾ ചിലരുടെ ഭയങ്കരമായിട്ട് കൈ തണുത്ത് മരവിച്ചിരിക്കുവാണെങ്കിൽ പിടിക്കുമ്പോൾ നമുക്കൊരു കോൾഡ്, ശരിക്കും അവിടെ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു കോൾഡ് ആ ഒരു ഇത് ഫീൽ ചെയ്യാം. ഒരു പ്രഷർ ഫീൽ ചെയ്യാം. അവർ വളരെ മുറുക്കി പിടിക്കുവാണെങ്കിൽ നമുക്കൊരു പ്രഷറായിരിക്കും ഫീൽ ചെയ്യാം. അപ്പോൾ കിനസ്തെറ്റിക്കിൽ, അതായത് ഈ ടച്ച് ഫീലിൽ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, കോൾഡ്, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സ്മെല്ല്, ഓൾഫാക്ടറി, പിന്നെ ഗസ്റ്റേറ്ററി സെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ്, അങ്ങനെ പലതും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഈ ആദ്യത്തെ 3 എണ്ണമാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം കഴിച്ചു നോക്കണം. പിന്നെ കഴിച്ചു നോക്കാൻ പറ്റുന്നതിനാണ് നമുക്ക് ടേസ്റ്റ് അത് അറിയുള്ളൂ. പിന്നെ മണമുള്ളതിനാണ് നമുക്ക് സ്മെല്ല് അറിയുള്ളൂ അല്ലേ. പക്ഷെ മറ്റേത് 3ഉം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സെൻസസ് ആണ്. കാണുന്നത്, കേൾക്കുന്നത്, അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇത് 3ഉം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകാം. സ്മെല്ലും ടേസ്റ്റും നമ്മളത് ആ ഒരു ആക്ഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും മണം വരണം. ഇപ്പം എന്താ പറയുക, നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് കയറുന്നു, നമുക്ക് ഈ പറയുന്ന ടേസ്റ്റ്, അവിടെ ഫർണിച്ചർ അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ, അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല അല്ലേ. അപ്പം ഈ സ്മെൽ ടേസ്റ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞ 3 എണ്ണം. കാണുന്നത്, കേൾക്കുന്നത്, ഫീൽ ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും ആസ് എ ഫെസിലിറ്റേറ്റർ നിങ്ങളൊരു സ്കൂളിൽ പോകുമ്പോഴും ഈ 3 സെൻസസ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്ത് വേണം കുട്ടികളുമായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ. നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ 3 സെൻസും ഒരേപോലെ വർക്ക് ചെയ്യണം. നല്ല കോൺസെൻട്രേഷൻ. അതാണ് ചില തെറപ്പി ഞാൻ അന്ന് ചെയ്യിച്ച സമയത്ത് നമ്മളുടെ ഈ സെൻസസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ കുട്ടികളെ വീട്ടിൽ ഫാമിലിയിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മുടെ ഈ സെൻസസ് ഏറ്റവും നല്ലപോലെ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അവർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. വിഷ്വൽ, ഓഡിറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈവൻ അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ, പിന്നെ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കി പറയുവാണോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ അവരുടെ കണ്ണ് മാറുന്നത്, ലെഫ്റ്റും റൈറ്റും മൈയൊക്കെ മാറുന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാവും. സ്കൂളിൽ കുട്ടികളുടെ അടുത്താണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ പേടിപ്പിക്കാതെ അവരെ കംഫർട്ടാക്കിയിട്ട് അവർ എന്തെങ്കിലും ടെൻഷൻ കൊണ്ട് അവരത് നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ച് മറച്ചു വെക്കുന്നതായിരിക്കും നമ്മളുടെ കുഞ്ഞുങ്ങൾ. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 സെൻസും നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് വേണം നമ്മൾ ആക്ടിവിറ്റീസ് ഓരോന്നും കുട്ടികളുമായിട്ട് ചെയ്യുമ്പോൾ. നമ്മളുടെ വീട്ടിലും പലപ്പോഴും നമ്മൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ സെൻസ് നല്ല വർക്കിംഗ് ആയിരിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ ബൈ. Thank you, ma'am. Good night. Thank you, Thank you, ma'am. ma'am. Good night. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am.